പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ, എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NS+2 എക്കണോമിക്സിന്റെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആണ്. 21ാമത്തെ ചാപ്റ്റേഴ്സ് ആണ്. ഫോംസ് ഓഫ് മാർക്കറ്റ്, മാർക്കറ്റിന്റെ വിവിധ രൂപങ്ങൾ അല്ലെങ്കിൽ കമ്പോളത്തിന്റെ വിവിധ രൂപങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. എൻ്റെ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 വന്ന സിലബസ് അപ്ഡേഷൻ പ്രകാരം മൊത്തം സിലബസിന്റെ, അതായത് നമുക്ക് 2 ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ എക്കണോമിക്സിന്, ഈ 2 ടെക്സ്റ്റ് ബുക്കും പാടെ മൊത്തം കൂട്ടിയിട്ട് അതിന്റെ 60% മാത്രം പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. 40% എക്സാമിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ട്. ആ 60%ത്തിൽപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ അവസാനത്തെ 4 ചാപ്റ്റർ മാത്രം പഠിച്ചാൽ മതി. സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പബ്ലിക് എക്സാമിന്റെ ചാപ്റ്റർ നമ്മൾ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. അത് നോക്കിയിട്ട് ഏതൊക്കെ ചാപ്റ്ററാണ് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കേണ്ടതാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ സെക്കൻഡ് ബുക്കിലെ ക്ലാസ്സാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു ചാപ്റ്റർ ആണ്. 5 ക്വസ്റ്റ്യൻസ് ആണ്. 2 മാർക്ക്, 3 മാർക്ക്, 4 മാർക്ക്, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. 1 മാർക്കിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ മറ്റൊരു വീഡിയോയിൽ അവതരിപ്പിക്കുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതിന് ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിഫൈൻ മാർക്കറ്റ്. നമുക്കറിയാം ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. മലയാളത്തിൽ എക്സാം എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എക്സാം എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലാണ്. അപ്പൊ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ മലയാളത്തിൽ ആൻസർ ചെയ്യാം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ബോർഡിൽ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുള്ളത്. ഓരോ ക്വസ്റ്റ്യൻസ് വായിച്ച് അതിന്റെ അർത്ഥം മലയാളത്തിൽ പറയും. അതേ സിസ്റ്റം തന്നെയാണ് നമ്മുടെ ഗൈഡിൽ കൊടുത്തിട്ടുള്ളത്. എല്ലാ വിഷയത്തിന്റെ ഗൈഡ് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗൈഡ് അയച്ചു തരും. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കമ്പോളം? വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാർക്കറ്റ്? ഏതൊക്കെയാണ് വ്യത്യസ്ത തരം മാർക്കറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയും വിൽക്കുകയും പരസ്പര ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു ഭാഗത്തെയാണ് എന്ന് പറയുന്നത് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലേസ് അവിടെ വേണം, ഒരു നിശ്ചിത ലൊക്കേഷൻ വേണം. അവിടെ സാധനങ്ങളും സേവനങ്ങളും ഉണ്ടായിരിക്കണം, വാങ്ങലും വിൽക്കലും ഉണ്ടായിരിക്കണം. ഇത്രയും പ്രക്രിയ ചേർന്നാണ് മാർക്കറ്റ്. സ്ഥലം വേണം, വാങ്ങലും വിൽക്കലും വേണം, സാധനങ്ങളും സേവനങ്ങളും ഉണ്ടെങ്കിൽ മാർക്കറ്റായി എന്നാണ് പറയുന്നത്. മാർക്കറ്റിന് ഉള്ള ആളാണ് മാർക്കറ്റർ എന്ന് പറയുന്നത്. അവിടെയുള്ള സെല്ലർ വേണം, വാങ്ങുന്ന ആള് ബയ്യറും ആണ് എന്നതാണ് പറയുന്നത്. അപ്പൊ വ്യത്യസ്ത തരം മാർക്കറ്റുകൾ ഏതൊക്കെയെന്നുള്ളതാണ്. അത് ഓരോ നമ്മൾ വിശദീകരിക്കുന്നില്ല. ഒന്ന് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, സമ്പൂർണ്ണ കിടമത്സരമാണ്. 2 മോണോപ്പൊളി, 3 മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, 4 ഒലിഗോപ്പൊളി. ഇത് ഓരോന്ന് എന്താണെന്നുള്ളതൊക്കെ ഇനി വരുന്ന ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് തന്നെ രണ്ടാമത്തെ ചോദ്യമാണ് വാട്ട് ഈസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഫീച്ചേഴ്സ് ആണ്. എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണ മത്സരം എന്നാണ്. പൂർണ്ണ മത്സരത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. വിൽപ്പനക്കാർക്ക് നിയന്ത്രണമില്ലാത്തതും ചോദനാശക്തികളാൽ സ്വയം നിയന്ത്രിക്കപ്പെടുമായ കമ്പോളത്തെയാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ. വിൽപ്പനക്കാർക്ക് നിയന്ത്രണം ഇല്ല എന്നുള്ളതാണ്, വിൽക്കുന്ന ആളുകൾക്ക് നിയന്ത്രണം ഇല്ല. അവിടെ ഡിമാൻഡ് സപ്ലൈ ശക്തികളാൽ നിയന്ത്രിക്കപ്പെട്ട ഏത് മാർക്കറ്റുമാണ് എന്ത് പെർഫെക്റ്റ്. അതിന് ധാരാളം വാങ്ങുന്നവരും വിൽക്കുന്നവരും ഉണ്ട്. ലാർജ് നമ്പർ ഓഫ് ബയ്യർ ആൻഡ് സെല്ലർ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ വാങ്ങുന്നവരുടെ വിൽക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. എന്നാൽ കമ്പോളത്തിൽ ആകെ വിൽക്കുന്നതിൻ്റെ വളരെ ചെറിയൊരു അംശം മാത്രമേ ഓരോ വിൽപ്പനക്കാരും വിൽക്കുന്നുള്ളൂ. അതുപോലെ കമ്പോളത്തിൽ നിന്ന് വാങ്ങുന്ന സാധനത്തിന്റെ ചെറിയ ഒരു അംശം മാത്രമേ വാങ്ങാനെത്തിയ ഓരോരുത്തരും വാങ്ങുന്നു. ഇക്കാരണത്താൽ വാങ്ങുന്ന ഒരാൾക്കോ വിൽക്കുന്ന ഒരാൾക്കോ സാധനത്തിന്റെ വിലയോ വിൽക്കുകയും വാങ്ങുകയും ചെയ്ത ചരക്കിന്റെ അളവിനെയോ സ്വാധീനിക്കാനാവില്ല. കമ്പോളത്തിലെ ആകെ ഡിമാൻഡും ആകെ സപ്ലൈയുമാണ് ഉൽപ്പന്നത്തിന്റെ വില നിർണ്ണയിക്കുന്നത്. രണ്ടാമത്തേതാണ് ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ആണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ഉൽപ്പന്നങ്ങൾ ഏകാത്മകമാണ്, ഒരേ രീതിയിലുള്ളതാണ്. ഉദാഹരണത്തിന് ഒരു ഗ്രാമത്തിലെ കർഷകരെല്ലാം ഒരേ വിത്തും ഒരേ തരം വളവുമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിലുണ്ടാകുന്ന ഉൽപ്പന്നം എങ്കിൽ അത് ഏകാത്മക ഉൽപ്പന്നമാണ്. ഇപ്പൊ ഡീസൽ, പെട്രോൾ, 22 കാരറ്റിന്റെ സ്വർണം എന്നിവയെല്ലാം ഏകാത്മകം, അതൊക്കെ എല്ലാവരും ഒന്ന് തന്നെയാണ് വിൽക്കുന്നത്.
മൂന്നാമത് പറഞ്ഞത് ഉൽപാദന ഘടകങ്ങൾക്കും സാധനങ്ങൾക്കും സ്വയം അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രവാഹം നടക്കുന്നുണ്ട്. സാധനങ്ങൾ സേവനങ്ങൾ കമ്പോളത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തരുന്നുണ്ട്. ഉൽപാദന ഘടകങ്ങളും സാധനങ്ങൾ സ്വതന്ത്രമായി വിഹരിക്കും. സാധനങ്ങൾ ഒരു ദിക്കിൽ നിന്ന് മറ്റൊരു ദിക്കിലേക്ക് കൊണ്ടുപോകാൻ ഉൽപാദന ഘടകങ്ങൾ സ്ഥാപനങ്ങൾക്കിടയിലും വ്യവസായങ്ങൾക്കിടയിലും സ്വതന്ത്രമായി നീങ്ങിക്കൊണ്ടിരിക്കണം. അതേപോലെ തന്നെ ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിസ്റ്റൻസ്, പ്രവേശന നിഷ്കരണ സ്വാതന്ത്ര്യം. ഒരു വ്യവസായത്തിലേക്ക് പുതിയ സ്ഥാപനങ്ങൾക്ക് വരാൻ സ്വാതന്ത്ര്യമുണ്ട്. നിലവിലുള്ളവർക്ക് പുറത്തു പോകാനും സ്വാതന്ത്ര്യമുണ്ട്. പ്രവേശന നിഷ്കരണങ്ങൾക്ക് ഒരു തടസ്സം ഉണ്ടാവില്ല. അതേപോലെ തന്നെ കമ്പോള സ്ഥിതിയെ കുറിച്ച് തികഞ്ഞ ജ്ഞാനമാണ്. കമ്പോളത്തിലെ സാധന ഘടന, അവയുടെ ചെലവ്, വില തുടങ്ങിയവയെ കുറിച്ച് പൂർണ്ണ ജ്ഞാനം ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിന്റെ അഭാവമാണ്. വില ഒന്നായിരിക്കണമെങ്കിൽ ട്രാൻസ്പോർട്ട് ചെലവ് വിലയിലെ ഘടകമാകുന്നില്ലെന്ന് സങ്കല്പിക്കാം. ഇനി മൂന്നാമത്തെ ചോദ്യമാണ്, വാട്ട് ഈസ് മോണോപ്പൊളി, എക്സ്പ്ലെയിൻ ഈ സ്പീച്ച്. എന്താണ് മോണോപ്പൊളിയുടെ പ്രത്യേകത? ഒന്ന് അർത്ഥം വരുന്ന മോണോ എന്ന ഗ്രീക്ക് വാക്ക്, അതേപോലെ തന്നെ വിൽപ്പനക്കാരൻ എന്നറിയപ്പെടുന്ന പൊളി എന്ന ഗ്രീക്ക് വാക്ക് ചേർത്തിട്ടാണ് മോണോപ്പൊളി. അതിന് മോണോപ്പൊളി അഥവാ കുത്തക എന്ന ഒറ്റ വിൽപ്പനക്കാരൻ എന്നാണ്. ഒരു സാധനത്തിന്റെ സപ്ലൈ മുഴുവനും ഒരേ ഒരു വിൽപ്പനക്കാരൻ അഥവാ സ്ഥാപനം നിയന്ത്രിക്കുന്ന കമ്പോളാണ് മോണോപ്പൊളി എന്നാണ്. അതിന്റെ പ്രത്യേകത ഒരു ഉൽപ്പന്നത്തിന് ഒരു ഉൽപാദകൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അടുത്ത പ്രതിസ്ഥാപന വസ്തുക്കൾ ഉണ്ടാവില്ല. പുതിയ സ്ഥാപനങ്ങൾക്ക് കമ്പോളത്തിൽ പ്രവേശിക്കാൻ തടസ്സമുണ്ട്. കുത്തകക്കാരന് താൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന്റെ സപ്ലൈയിൽ പൂർണ്ണ നിയന്ത്രണമുണ്ട്. അതേപോലെ തന്നെ കുത്തക കമ്പോളത്തിൽ ഒരു സ്ഥാപനം മാത്രമുള്ള സ്ഥാപനം വ്യവസായം ഒന്ന് തന്നെയാണ്. ഉൽപാദകം വില നിർണ്ണയിക്കും. ഇപ്പൊ ഇന്ത്യൻ റെയിൽവേക്ക് ഉദാഹരണമാണ്. ഒരൊറ്റ ഉൽപ്പന്നത്തിന് ഒരു ഉൽപാദകന് അടുത്ത് വേറെ പ്രതിസ്ഥാപനം പകരത്തിന് കൊടുക്കാൻ വേറല്ല. പുതിയ സ്ഥാപനങ്ങൾക്ക് പ്രവേശിക്കാൻ പ്രവേശനമുണ്ട്. ഉൽപ്പന്നത്തിന്റെ പ്രധാനത്തിൽ പൂർണ്ണ നിയന്ത്രണങ്ങൾ അയാൾക്ക് തന്നെ ഉണ്ട്. സ്ഥാപനം വ്യവസായം ഒന്നാണ്. വില നിർണ്ണയിക്കുന്ന ഉൽപ്പാദനം. അടുത്ത ചോദ്യമാണ്, വാട്ട് ഈസ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ, എക്സ്പ്ലെയിൻ ഫീച്ചേഴ്സ്. കുത്തക മത്സരം എന്താണ് അതിന്റെ പ്രത്യേകത? അടുത്ത പ്രതിസ്ഥാപന വസ്തുക്കളാവുന്ന വ്യത്യസ്തപരമായ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന ഒട്ടേറെ സ്ഥാപനങ്ങളാണ്. ധാരാളം ഉൽപാദകരും വാങ്ങുന്നവരും എടുക്കുന്ന ഒരു കമ്പോളാണ്. അവിടെ ഉൽപ്പന്ന വ്യത്യാസം ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. ഉൽപ്പന്നങ്ങൾ വ്യത്യാസമാണ്. ഉൽപാദകർക്ക് വിപണിയിൽ പ്രവേശിക്കാനും പുറത്തു പോകാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. അതേപോലെ തന്നെ വിൽപ്പന ചെലവുണ്ടായിരിക്കും. ഉൽപാദകർക്കും ഉപഭോക്താക്കൾക്കും കമ്പോളത്തെക്കുറിച്ച് വിലയെക്കുറിച്ചും പൂർണ്ണ അറിവുണ്ടാവില്ല. വില വ്യത്യസ്തമായിരിക്കും, കാരണം വ്യത്യസ്ത ഉൽപ്പന്നമാണ്. ഗതാഗത ചെലവുണ്ടായിരിക്കും. ഗവൺമെന്റ് നിയന്ത്രണം ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ചോദനാവക്ര, ഡിമാൻഡ് കർവ് താഴോട്ട് വരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അടുത്ത ചോദ്യമാണ്, വാട്ട് ഈസ് ഒലിഗോപൊളി, എക്സ്പ്ലെയിൻ ദീസ് ഫീച്ചേഴ്സ് ആണ്. ഒലിഗോപൊളി എന്നാണ് അതിന്റെ പ്രത്യേകത. കുറച്ച് എന്നർത്ഥം വരുന്ന ഒലിഗോ എന്ന വിൽപ്പനക്കാരൻ എന്നർത്ഥം വരുന്ന പൊളി എന്ന വാക്കിൽ നിന്നാണ് ഒലിഗോപൊളി ഉണ്ടായത്. ഒലിഗോപൊളി എന്ന പദത്തിന്റെ അർത്ഥം കുറച്ച് ആൾക്കാർ വിൽപ്പന നടത്താണ്. കുറച്ച് വിൽപ്പനക്കാരുള്ള ഒരു കമ്പോളാണ് ഒലിഗോപൊളി. ഒരേ തരത്തിലുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ തമ്മിൽ മത്സരിക്കുന്ന ഒരു കമ്പോളാണ് ഒലിഗോപൊളി. വിൽപ്പനക്കാരുടെ എണ്ണം വളരെ കുറവായിരിക്കും. ഉൽപ്പന്ന ഏകജാതിയോ ചെറിയ വ്യത്യാസമുള്ളതായിരിക്കും. പ്രവേശന നിഷ്കരണ സ്വാതന്ത്ര്യമുണ്ട്. വിൽപ്പന ചെലവ് കൂടുതലാണ്. ഉൽപാദന യൂണിറ്റുകളുടെ എണ്ണം വളരെ കുറവായതുകൊണ്ട് അവ തമ്മിൽ പരസ്പര ബന്ധം ഉണ്ടാകുന്നുണ്ട്. ചോദന വക്രം എങ്ങനെ ആയിരിക്കണം നിർണ്ണയിക്കാൻ കഴിയില്ല. ഉൽപാദന യൂണിറ്റുകൾ വില നിർണ്ണയിക്കാനുള്ളതാകുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇനി ഇതിൽ വരുന്ന ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത വീഡിയോയിൽ അവതരിപ്പിക്കും. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. NSC, SSLC, +2 വിവിധ വിഷയങ്ങളുടെ ക്ലാസ്സുകൾ, എല്ലാ വിഷയങ്ങളുടെ ഗൈഡുകൾ നമ്മൾ അവൈലബിൾ ആകുന്നുണ്ട്. ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലും നമ്മൾ അഡ്മിഷൻ എടുത്ത് കൊടുക്കുന്നുണ്ട്. അഡ്മിഷൻ എല്ലാ ജില്ലകളിലും കൊടുക്കുന്നുണ്ട്. അഡ്മിഷൻ എടുക്കുന്നവർക്ക് ആഴ്ചയിൽ 6 ദിവസത്തെ ഓൺലൈൻ ക്ലാസ് നൽകുന്നുണ്ട്. ഫ്രീ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, ഗൈഡുകൾ, അസൈൻമെന്റ്, പ്രാക്ടിക്കൽ റെക്കോർഡ് എല്ലാം നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ഗൾഫിലുള്ളവർക്ക് നാട്ടിൽ ലീവിന് വരുന്ന സമയത്ത് എക്സാം എഴുതാം. അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് പരീക്ഷ എഴുതാൻ പറ്റുന്ന പോസ്റ്റ് എഡ്യൂക്കേഷൻ്റെ SLC +2 നൽകുന്നുണ്ട്. IGNOU ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റി ഡിഗ്രി PG അഡ്മിഷൻ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. അത് കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.